നമസ്കാരം. പിണറായി വിജയന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനുമെതിരെ UDF വാമനപുരം മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബെന്നി ബെഹന്നാൻ മുഖ്യ പ്രഭാഷണം നടത്തി. കല്ലറ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്വാഗതം ഷാനവാസ് ആനക്കുഴി, അടൂർ പ്രകാശ് MP, അലോട് രവി തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. രണ്ട് മന്ത്രിമാർ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ മഹാത്മ്യത്തെ കുറിച്ച് ഞാനിവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. കേരളത്തിനും ഈ രാജ്യത്തിനും നാണക്കേടാണ്. എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ പറയട്ടെ, വാമനപുരം നിയോജക മണ്ഡലത്തിലെ കോറികളിൽ നിന്ന്, കോൺട്രാക്ടർമാരിൽ നിന്ന്, പഞ്ചായത്തുകളിൽ നിന്ന്, ത്രിതല സംവിധാനങ്ങൾ വഴി തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്ന്, കുടുംബശ്രീയിൽ നിന്ന്, ഹരിത കർമ്മസേനയിൽ നിന്ന്, അതുപോലെ തന്നെ അംഗൻവാടി വർക്കർമാരിൽ നിന്നും ഹെൽപ്പർമാരിൽ നിന്നും കോടി രൂപയാണ് ഈ വാമനപുരം നിയോജക മണ്ഡലത്തിൽ പിരിച്ചെടുത്തിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും വാമനപുരത്തിന്റെ MLA പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഈ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ നടത്തിയ സദസ്സുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ കുറ്റവിചാരണ ഈ ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹരി എന്ന ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത വെഞ്ഞാറമൂട്ടിലെ CPM നേതാക്കന്മാർ DK മുരളി MLA അറിവോടുകൂടി, അദ്ദേഹം സ്വാസംഘത്തിന്റെ ചെയർമാനായിരുന്നല്ലോ, ഒരു വെളിപ്പാട് അകലെ DK മുരളി ഇരിക്കുമ്പോൾ ഈ വെഞ്ഞാറമൂടിന്റെ രാജവീതികളിലൂടെ ബൈക്കുകളിൽ കമ്പിപ്പാരയും മാരകായുധങ്ങളുമായി റോഡ് ചുറ്റിയ, ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിച്ച ഏതെങ്കിലും ഒരു DYFIക്കാരനെ, ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരനെ അറസ്റ്റ് ചെയ്യാൻ വെഞ്ഞാറമൂട് പോലീസ് തയ്യാറായോ? DK മുരളിയുടെ അറിവോടുകൂടി നടത്തിയ ഈ മർദ്ദനത്തിന് ഉത്തരവാദികളായ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായോ? ഞാൻ വളരെ ആധികാരികമായി വേദിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, വെഞ്ഞാറമൂട് പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും ജനങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായ ഹരിയെയും ബിനു S നായരെയും കയ്യേറ്റം ചെയ്തവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മാർച്ച് നടത്താൻ തയ്യാറാകും എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കരിങ്കൊടി കാണിക്കും, ഞങ്ങൾ വീണ്ടും തിരിച്ചടിക്കും. സംശയമില്ല. ജനാധിപത്യ പ്രതിഷേധമാണ്. ജനാധിപത്യ പ്രതിഷേധമാണെങ്കിൽ അതേ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ആർജവം തെറ്റിദ്ധരിക്കേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ ആരാ കുറ്റക്കാർ? ഇന്നും മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത, തല്ലിയവരല്ല കുറ്റക്കാർ, തല്ല് കൊണ്ടവരാണ് കുറ്റക്കാർ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, അവർക്കെതിരെ അങ്ങോളം ഇങ്ങോളം കേസെടുത്തിരിക്കുന്നു. പത്രങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് ഏകദേശം 300 കേസുകൾ. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം കേരളം പുറകോട്ട് പോകുന്നു. ജനങ്ങൾ പ്രതിസന്ധി നേരിടുന്നു. ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയും വികാസവുമാകണം ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. ജനങ്ങളുടെ നന്മയാകണം ഒരു ഗവൺമെന്റിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം. ഈ രണ്ട് കാര്യങ്ങളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർ ഭരണം ലഭിച്ചതിന്റെ അഹങ്കാരത്തോടുകൂടി ജനങ്ങളെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിച്ചുകൊണ്ട് പോകുന്ന നയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ സർക്കാരിൻ്റെത്. ഈ ന്യൂസ് കേരള, തിരുവനന്തപുരം.